നമുക്കൊന്ന് നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇതിലേക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാനായിട്ട് 1.25 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സാധാ അപ്പത്തിന് എടുക്കുന്ന പൊടിയില്ലേ, അതാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഒരു ഉപ്പ് ചേർക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ നൂലപ്പൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു പരുവമാണ് നമുക്കിതിന് വേണ്ടത്. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല ചൂടാണ്. ഇനി നമുക്ക് വേണ്ടത് അരമുറി നാളികേരത്തിൻ്റെ പാലാണ്. അപ്പോൾ ഞാൻ അരമുറി നാളികേരം ചിരകി അതിൻ്റെ പാലെടുത്തതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള പാലില്ലേ, ആ പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച്, അതായത് ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മധുരം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു 3 ഏലക്കയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരിക്കലും വെള്ളം ചേർക്കരുത്, നാളികേരത്തിൻ്റെ പാലുമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇത് ദോശമാവിൻ്റെ ഒരു പരുവമാണ് കേട്ടോ ഇതിന് വേണ്ടത്. ഇനി നമുക്ക് ഇഡ്ഡലി ചെമ്പ് അടുപ്പത്ത് വയ്ക്കാം. അതിൽ വെള്ളം ഒഴിച്ചിട്ട് അതിൽ ചൂടാവുമ്പോൾ നമുക്ക് ഒരു കിണ്ണത്തിലേക്ക് കുറച്ച് ബട്ടറോ വെളിച്ചെണ്ണയോ തേച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. കിണ്ണത്തിൽ ആദ്യം മാവ് ഒഴിച്ചിട്ട് വെക്കുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്കിതിൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. അപ്പോൾ നമുക്കിതിൽ ഒഴിച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ജീരകം ഇങ്ങനെ വെതറി കൊടുക്കാം. ജീരകം ഇഷ്ടമില്ലെങ്കിൽ നമുക്കിതൊന്ന് സ്കിപ്പ് ചെയ്യാം. ജീരകമോ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ആവിയിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചാൽ മതി. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പൊക്കെ ഒന്ന് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ചൂടാറാനായിട്ട് വയ്ക്കാം. ചൂടാറിയിട്ടില്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് വിട്ട് പോരില്ല. അപ്പോൾ വളരെ നൈസാണ്, നല്ല സോഫ്റ്റാണ്, പെട്ടെന്ന് സൂക്ഷിച്ചെടുക്കണം, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനിവിടെ ചൂടാറാത്ത കിണ്ണത്തപ്പം ഒന്ന് എടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് ചൂടാറാത്തതായ കാരണം ഇതിൻ്റെ അടിക്കൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം എടുക്കുക. ഞാൻ നിങ്ങൾക്ക് കട്ട് ചെയ്തൊരു പീസ് കാണിച്ചു തരാം. അപ്പോൾ അത്രയും സോഫ്റ്റാണ് നമ്മുടെ കിണ്ണത്തപ്പം എന്ന് നമുക്ക് ഇതിൽ നിന്ന് കണ്ടാൽ മനസ്സിലാവും. അത്രയും സോഫ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സൂപ്പർ കിണ്ണത്തപ്പ.